തുണിയെ നമുക്ക് നാലാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിടണം. അത് ഇവിടെ കൃത്യമായിട്ട് ഇങ്ങനെ ഇത് നാലും ഒരേ മട്ടിൽ തന്നെ ആയിരിക്കണം. കാരണം 40 ഇഞ്ച് വണ്ണമുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 7 ഇഞ്ച് എടുക്കാം. എന്നാൽ ഷോൾഡറിന് വീതി കുറവുള്ളവർക്കാണ് 7 ഇഞ്ച്, ഷോൾഡർ വീതി കൂടുതലുള്ളവർക്ക് 7.5 എടുക്കണം. എന്നാൽ 42 ആണെങ്കിൽ ഷോൾഡർ കുറവുള്ള ആൾക്കാണെങ്കിൽ 7.5 എടുക്കണം. അതല്ലെങ്കിൽ ഷോൾഡർ 1 ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു. ബോഡിയുടെ ഇറക്കം എന്ന് പറയുന്നത് പൊക്കം കുറവുള്ള വ്യക്തികൾക്ക് 10 ഇഞ്ച് ഇറക്കമെടുക്കാം. പൊക്കം കൂടിയ വ്യക്തിയാണെങ്കിൽ, ഹൈറ്റ് കൂടിയ വ്യക്തിയാണെങ്കിൽ 10 ഇഞ്ച് 11 വരെ വേണേൽ എടുക്കാം എന്നുള്ളൂ. 10 ആണ് ഏറ്റവും അനുയോജ്യം. പൊക്കം കുറഞ്ഞ വ്യക്തിക്ക് 10 മതി കേട്ടോ. ഇവിടെ നമുക്ക് കസ്റ്റമറിന് 10 ഇഞ്ചാണ്. ഇനി അടുത്തത് കഴുത്തിൻ്റെ ഇറക്കം എടുക്കണം. നമുക്ക് ഈ വ്യക്തിക്ക് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. നമുക്ക് ഷോൾഡർ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ ഒരു 2.25 എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കഴുത്തിന് അകലം അകന്നു പോകും. ഇവിടെ 2.25 തന്നെ നമ്മൾ അടയാളപ്പെടുത്തണം. ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ഷോൾഡർ ഇവിടെ തൊട്ട് ഇവിടെ വരെ അടയാളപ്പെടുത്തിയില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 7.5 അടയാളപ്പെടുത്തണം. താഴത്തേക്ക് ഒരു 7.5 അടയാളപ്പെടുത്തണം. ഇവിടുന്ന് നമ്മൾ 7.5 അടയാളപ്പെടുത്തി. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 7 അടയാളപ്പെടുത്തി. അതേ ഇത് തന്നെയായിരിക്കണം ഇവിടെ. ഇങ്ങനെ നമുക്ക് 7 അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇവ തമ്മിൽ ജോയിൻ ചെയ്യണം. അതായത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ജസ്റ്റ് ഒരു കർവ് ഷേപ്പ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതാക്കി എടുക്കണം. നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെറിയൊരു ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് 2.25 അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 2.25 അടയാളപ്പെടുത്തണം. ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തണം. ഇങ്ങനെ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 1.25 അടയാളപ്പെടുത്തണം. ഇവിടെ നമ്മൾ 2.25 അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ ഒരു 1.25 കൂടി അടയാളപ്പെടുത്തണം. ഇങ്ങനെ 1.25 അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ആദ്യം ഇവിടുന്ന് കഴുത്ത് 2.25 അതേ അളവിൽ തന്നെ ഇവിടെ 2.25 അടയാളപ്പെടുത്തണം. അതായത് ഇവിടുന്ന് ഒരു 1.25 അടയാളപ്പെടുത്തി എടുക്കണം. അത് ഇവ തമ്മിലമിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. പിന്നെ കഴുത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അല്പം ഇവിടെ ഒരു കർവായിട്ട് ഇവിടെ ഒരു അല്പം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മാനസി കട്ടിങ് ആണല്ലോ, അപ്പോൾ അതിനല്പം ഇങ്ങനെ വരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ, അതായത് അല്പം ഇങ്ങനെ ഇത് കൊടുക്കണം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു കർവ്, ചെറിയൊരു ഇത് ഉണ്ടോ, ഇങ്ങനെയും കൂടി വരച്ചെടുക്കണം. ഇത് കൈയുടെ ഇറക്കം അടയാളപ്പെടുത്തുന്നതാണ്. ഈ കസ്റ്റമറിന് 7.5 ഇഞ്ച് വേണം. അപ്പോൾ അത് 7 ഇഞ്ചിന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ മടക്കി അടിച്ച് അങ്ങനെ മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മടക്കി അടിക്കാനുള്ള ഇത് കൊടുക്കണം. അന്നേരം ഒരു കയറ്റി വേണം 7.5 ഇഞ്ച്. അത്ര നിങ്ങളുടെ കൈയിറക്കം എത്രയെന്ന് വെച്ചാൽ അത്ര മാർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 7 ആണെങ്കിൽ 7 മാർക്ക് ചെയ്യുക, 6 ആണെങ്കിൽ 6 മാർക്ക് ചെയ്യുക, അങ്ങനെ കേട്ടോ. അങ്ങനെ ചെയ്യുക. ഇവിടെ നമ്മൾ 7.5 ആണല്ലോ നേരത്തെ മാർക്ക് ചെയ്ത്, അതായത് മനസ്സിലാക്കാം. ഇവിടെ നേരത്തെ 7.5 ഇറക്കം എടുത്തിരുന്നത്. എന്നാൽ ഇവിടെ നിന്നുള്ള ഇറക്കം 7 ആയിരിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കം 7 ആയിരിക്കണം. ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നേർപകുതി, അതായത് നമ്മൾ കൈയുടെ ഇറക്കം 7.5 എടുത്തല്ലോ, ആ 7.5യുടെ പകുതി നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം.
അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 3.25 മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൈയുടെ എത്രയാണെന്ന് വെച്ചാൽ ആ കൈയുടെ നേർ പകുതി എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യണം, ഇങ്ങനെ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഒരു 9 ഇഞ്ച് ഇറക്കം വരണം. അതായത് കോമൺ ആണ് അത്. അപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് കൈയുടെ വണ്ണാണ്. ഇവിടെ നിന്നിട്ട് ഇവിടെ നിങ്ങളുടെ കൈയുടെ എത്ര ഇഞ്ച് വണ്ണമാണുള്ളത്. 6 ആണെങ്കിൽ 6 മാർക്ക് ചെയ്യുക, 6 ആണെങ്കിൽ 6.5 മാർക്ക് ചെയ്യുക. അതായത് 12 ഇഞ്ച് വണ്ണാണെങ്കിൽ നേർ പകുതി എടുക്കണം, അതായത് 6 ഇഞ്ച്. ആ 6 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. ഇനിയിപ്പം 13 ഇഞ്ചാണെങ്കിൽ എന്തെടുക്കണം, 6.5 എടുക്കണം. പിന്നെ തയ്യൽത്തുമ്പോട് കൂടി കൊടുക്കണം. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. 1 ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇങ്ങനെ അതുകൊണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇങ്ങനെ മാർക്ക് ചെയ്തു, പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള നീളം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നീളം കിട്ടുന്നത് 4 ഇഞ്ച്. ആ 4 ഇഞ്ച് നേരെ ഇങ്ങനെ വയ്ക്കണം, ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ അടയാളപ്പെടുത്തണം. ഇങ്ങനെ ഇവിടുത്തെ 4 ഇഞ്ച് നീളം, അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെ 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇതിലേക്ക് മാർക്ക് ചെയ്യണം. അതായത് ഇവിടുന്ന് ഇത് അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ താഴ്ഭാഗത്തേക്കുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം, പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ ഇതുപോലെ. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് താഴ്ഭാഗമാട്ടോ. ഇതിന് ബോഡി പാർട്ട്. ബാക്ക് സൈഡ് നമുക്ക് ഇതിൻ്റെ ഒപ്പിട്ട് വെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെട്ടി മാറ്റിയെടുക്കാം. ഇത് ബാക്ക് പോർഷനാണ്, ഇത് നമുക്ക് മാറ്റിയിട്ടു. ഇനി നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ കട്ട് ചെയ്ത് എടുക്കാം. വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. വണ്ണൊത്തിരി ഇതിനേക്കാളും കൂടുതലുള്ള ആൾക്കാരാണ്, അതായത് ഇങ്ങനെ കഷം ടൈറ്റായിട്ട് വരാതിരിക്കാൻ വേണ്ടി ചില ആൾക്കാർക്ക് കഷം ടൈറ്റ് ആകാറുണ്ട്. ഇതൊക്കെ വണ്ണം ഉള്ളെങ്കിൽ തന്നെയും ചില ആൾക്കാർക്ക് കഷം ടൈറ്റ് ആകാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം. അതായത് 4 എടുത്തെന്നുള്ളിടത്ത് 4.5 ആക്കിയും കൂടി കൊടുക്കാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത 4 ഇല്ലേ, ആ 4 അതേമാതിരി തന്നെ ഇങ്ങോട്ട് ആക്കി എടുത്താണല്ലോ 4 എടുക്കണം. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന അളവ് 4.5 ആക്കി മാറ്റുക. 4ൻ്റെ സ്ഥാനത്ത് 4 ആക്കി മാറ്റുക. അത് ഇങ്ങോട്ടും എന്താണ്, 4ൻ്റെ സ്ഥാനത്ത് 4 ആക്കി മാറ്റുക. ഇനി ഇതിങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്യണം, ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് 2 പീസ്, ഒരു പീസ് കൂടി വേണം, ഇത് ഒരു പീസ് കൂടി വേണം, ഇതിൻ്റെ അടിയിലും ഒരു പീസും കൂടി വേണം. ഇത് ലുക്കായി വരാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ ഒരു പീസ് ഇതിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അടിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് ആയിട്ട് അടിക്കുക. ഒരു പൈപ്പിംഗ് കൊടുക്കുക. കഴുത്തിൻ്റെ അകല് 2.25, ഇവിടുന്ന് ഇങ്ങോട്ട് 2.25 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് കഴുത്തിൻ്റെ ഇറക്കം ഇതിന് 3.5 എടുത്തിരിക്കുന്നത്. 3.5 കഴുത്തിൻ്റെ ഇറക്കം 3.5. ഇവിടുന്ന് ഇങ്ങോട്ട് 2.25 അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 2.25 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പുമായിരിക്കും. ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഇവിടെ ആ നീണ്ടിടുന്നത് അതൊക്കെ വെട്ടിക്കാണും. എന്നിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ ഞുറിച്ചിട്ട് കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഞുറിച്ചിട്ട് കഴിയുമ്പോൾ ഒപ്പായിട്ട് ഇങ്ങനെ വരും. ഇത് ബാക്ക് സൈഡ് കേട്ടോ.